വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് വെയിൽസ് വരെ പോയിട്ട് വന്നാലോ? ഇതൊരു കുട്ടി ഡേ ട്രിപ്പാണ്. 3 സ്ഥലങ്ങളാണ് എൻ്റെ പ്ലാനിലുള്ളത്. ആദ്യം ഹാഫ്രൺ ഫോറസ്റ്റ്, പിന്നെ ഡെവിൾസ് ബ്രിഡ്ജ്, പിന്നെ എലൻ വാലി. ഇതെല്ലാം മിഡ് വെയിൽസിലാണുള്ളത്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഹാഫ്രൺ ഫോറസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 40 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള എവർഗ്രീൻ വുഡ്ലാൻഡ് ആണ്. 1937 ഇത് പ്ലാൻ ചെയ്തത്. ബ്രിട്ടനിലെ ലോങ്സ്റ്റ് റിവറാണ് റിവർ സെവൺ. അതിന്റെ വെൽഷ് നെയിമാണ് ആവൻ ഹാഫ്രൺ. ഈ റിവറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഈ ഏരിയയിലുള്ളത്. അതുകൊണ്ടാണ് ഇത് ഹാഫ്രൺ ഫോറസ്റ്റ് എന്ന് പേര് വന്നത്. ഇവിടെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. 3 ട്രെയിൽസ് ആണുള്ളത്. ഒന്ന് സെവൻ ബ്രേക്കിറ്റ്സ് നെക്ക്, പിന്നെ ഒരു ആക്സസിബിൾ ബോർഡ് വാക്ക്, പിന്നെ സോഴ്സ് ഓഫ് ദ സെവൻ ട്രെയിൽ. ഇതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത് സെവൻ ബ്രേക്കിറ്റ്സ് നെക്ക്. ഇത് എന്ന് പറയുന്നത് ഒരു ഫേമസ് പിക്ചറിസ്ക് ആയിട്ടുള്ള വാട്ടർഫോൾ ആണ് ഈ ഫോറസ്റ്റിനകത്തുള്ളത്. ഇത് ആ റിവർ സെവന്റെ തുടക്ക ഭാഗത്തായിട്ടുള്ളതാണ്. പിന്നെ ഉള്ളതാണ് ആക്സസിബിൾ ബോർഡ് വാക്ക്. അതാണ് ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഇതൊരു 0.5 മൈലിലുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോർഡ് വാക്കാണ്. പിന്നെ 3ാമത്തെ ട്രെയിലാണ് സോഴ്സ് ഓഫ് ദ സെവൻ ട്രെയിൽ എന്ന് പറഞ്ഞത്. ഇതൊരു 8 മൈൽ അഥവാ 13 കിലോമീറ്റർ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഹൈക്കാണ്. അപ്പോൾ അതിനുള്ള ഗിയറൊക്കെ ആയിട്ട് വരണം. ഈ ട്രെയിൽ നമ്മൾ ആദ്യം പറഞ്ഞ വാട്ടർഫോളിൻ്റെയും ബാക്കിലേക്കായിട്ട്, അതായത് റിവറിൻ്റെ ഒഫീഷ്യൽ ഒറിജിൻ്റെ ഏരിയയിലേക്കായിട്ടാണ് പോകുന്നത്. സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറിയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല കുഞ്ഞു കുഞ്ഞു കിളികളുടെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ഇരിക്കുക. ഒരു ബുക്കൊക്കെ ഇരുന്ന് വായിക്കാൻ പറ്റും. നല്ല രസമുള്ള സ്ഥലമാണ്. ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ നിങ്ങൾ വീക്കെൻഡാണ് വരാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ വരിക. പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വിടുകയാണ് ഡെവിൾസ് ബ്രിഡ്ജിലേക്ക്. ഇത് ഏകദേശം 50 to 60 മിനിറ്റ്സ് എടുക്കും ഹാഫ്രൺ ഫോറസ്റ്റ് നിന്ന്. ഡെവിൾസ് ബ്രിഡ്ജിന് ആ പേര് വരാൻ തന്നെ കാരണം ഇവിടുത്തെ ഒരു ലെജൻഡാണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് പണിഞ്ഞത് ഡെവിളാണ്, മനുഷ്യരല്ല. അത്രയും ഡിഫിക്കൽട്ടായിരുന്നു ഈ ബ്രിഡ്ജ് പണിയാൻ. അതുകൊണ്ട് ഡെവിൾ ഒരു ഡീല് ചെയ്തു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജ് പണിഞ്ഞതിന് ശേഷം അതിൽ കൂടെ പാസ് ചെയ്യുന്ന ആദ്യത്തെ ലിവിങ് സോളിന് എക്സ്ചേഞ്ച് ആയിട്ട് കൊടുക്കണം എന്ന്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ ഒരു ബ്രെഡ് എറിഞ്ഞു അത്രേ ഇതിന് ക്രോസ് ആയിട്ട്. ആൻഡ് അവരുടെ പട്ടിക്കുഞ്ഞ് ഇതിൻ്റെ പുറകെ ഓടി. അപ്പോൾ ഈ പട്ടിക്കുഞ്ഞാണ് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബീയിങ് എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഡെവിൾസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് 3 ബ്രിഡ്ജസ് മേലെയായിട്ട് പണിഞ്ഞിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് പറയുന്നത്. ആദ്യത്തെ ബ്രിഡ്ജ് ഏകദേശം 12ാം നൂറ്റാണ്ടിൽ പണിഞ്ഞു എന്നും, പിന്നത്തെ 2ാമത്തെ ബ്രിഡ്ജ് 1753-ലും, ഏറ്റവും മേലത്തെ ബ്രിഡ്ജ് 1901-ലുമാണ് പണിഞ്ഞത്. വീഡിയോയിൽ കാണുന്ന ഈ സ്റ്റെപ്സിന്റെ സ്ഥലത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ പുറത്ത് റോഡിന്റെ സൈഡിൽ 2 പൗണ്ട് പേ ചെയ്തിട്ട് അകത്ത് കയറണം. എനിക്ക് ശരിക്കും ആ സ്റ്റെപ്സിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല പേടിയായി. കാരണം വെള്ളം ഭയങ്കര ഫിയേഴ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വെള്ളത്തിന്റെ സൗണ്ട് ഭയങ്കര ലൗഡാണ്. ഇവിടെ സേഫ്റ്റിക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. എനിക്ക് വെള്ളം ഇച്ചിരി പേടിയാണ്, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് സ്ഥലമായിട്ടുള്ള എലൻ വാലിയിലേക്കാണ് നമ്മൾ പോകുന്ന വഴിയുണ്ടല്ലോ ഇങ്ങനെ ഗുണ്ടുമായിട്ടുള്ള കുറേ ഷീപ്പിനെ കാണാൻ പറ്റുമായിരുന്നു. റോഡിലൊക്കെ ഇറങ്ങി ഓടുമായിരുന്നു. ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ നന്നായി സൂക്ഷിച്ച് പതുക്കെയൊക്കെ പോകണം. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് എല്ലാത്തിനും കാണാൻ. ഈ ഡെവിൾസ് ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് എലൻ വാലിയിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, അങ്ങ് അറ്റം വരെ ഫുൾ മലകൾ മാത്രമേ ഉള്ളൂ. ചുറ്റിനും വേറെ ഒന്നുമില്ല. നടുക്കുകൂടെ റോഡും കുറേ മലകളും. ഏകദേശം 1.25 മണിക്കൂർ എടുക്കും നമ്മൾ അവിടെ എത്താനായിട്ട്. എലൻ വാലി എന്ന് പറയുന്നത് 70 സ്ക്വയർ മൈൽ ഏരിയയിലുള്ള കുറേ വിക്ടോറിയൻ ഡാംസും റിസർവോയേഴ്സും പിന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഇവിടെ 6 വിക്ടോറിയൻ ബിൽ ഡാംസ് ഉണ്ട്. ഈ റീജിയനിൽ ഒരുപാട് വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ് ട്രെയിൽസ് ഉണ്ട്. കൂടാണ്ട് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് ഉണ്ട്. അതായത് ഇവിടെ ലൈറ്റ് പൊല്യൂഷൻ വളരെ കുറവായതുകൊണ്ട് സ്റ്റാർ ഗേസിങ്ങിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബാക്കിലത്തെ ഡാമിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് അത് കാണാൻ പറ്റില്ല.
വിസിറ്റർ സെന്ററിന്റെ അവിടുന്ന് ഡാമിന്റെ അവിടേക്ക് നടന്നും വരാൻ പറ്റും, വണ്ടിയിലും വരാൻ പറ്റും. ഞങ്ങൾ വണ്ടിയിലാണ് വന്നത്. ദേ ആ താഴെ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത്. അതാണ് വിസിറ്റർ സെന്റർ. ആദ്യം പറഞ്ഞ പോലെ ഏകദേശം 6 ഡാംസ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാം നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. സൺസെറ്റിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പൊക്കെ ആയി. അപ്പോഴത്തേക്കും നമ്മൾ റാപ്പ് ചെയ്ത് തിരിച്ച് ലിവർപൂളിലേക്ക് വിട്ടു. ഇന്ന് നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പതിവ് പോലെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.